ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഊണിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാനായിട്ട് കുമ്പളങ്ങ ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുക്കാവുന്ന അടിപൊളി ഒരു മോരുകറിയാണ്. അപ്പോൾ നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഈ മോരുകറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്കിവിടെ നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഡെയിലി ഇടുന്ന ഓരോ വീഡിയോയും നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് ആദ്യം ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് അളവിൽ കുമ്പളങ്ങ ചേർത്ത് കൊടുക്കാം. കുമ്പളങ്ങ ഞാൻ മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കൂടാതെ ഇതിലേക്ക് 2 പച്ചമുളക് നീളനെ കീറിയിട്ട് കൊടുക്കാം. 1 തണ്ട് കറിവേപ്പില, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ സാധാരണ എരിവുള്ള മുളക് പൊടി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പൊന്ന് റെഡിയാക്കാം. ഇതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1/2 കപ്പ് ചിരകിയ തേങ്ങ, 1/4 ടീസ്പൂൺ സാധാരണ ജീരകം, 3 ചെറിയുള്ളി, അല്പം വെള്ളം കൂടി ചേർത്ത് മഷി പോലെ നരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കുമ്പളങ്ങ വേവിക്കാൻ വെച്ചിട്ട് കുറച്ച് നേരമായിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കുമ്പളങ്ങ വെന്തോന്ന് നോക്കാനായിട്ട് ജസ്റ്റ് ഒരു കഷ്ണം എടുത്തൊന്ന് ഉടച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ കുമ്പളങ്ങയൊക്കെ ആവശ്യത്തിന് ഉടഞ്ഞ് കിട്ടുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് നമ്മൾ അരച്ചു മാറ്റി വെച്ച തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. കൂടാതെ ബാലൻസ് ഉള്ള അരപ്പൊന്ന് ഇതിലേക്ക് കഴുകി ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ സമയത്ത് സ്റ്റവിൻ്റെ ഫ്ലെയിം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് തള വരുന്നൊരു വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കറി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ യോഗർട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ തൈരാണെങ്കിൽ അത് ചേർത്താലും മതി. തൈര് ചേർത്തതിന് ശേഷം അധികമൊന്നും വേവിക്കേണ്ട കാര്യമില്ല. ഒരു 1 മിനിറ്റ് നമുക്ക് ഇതേപോലെ ഒന്ന് ഇളക്കിയെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ മോരുകറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് താളിക്കാനായിട്ട് ഇതിവിടെ നിന്ന് എടുത്തു മാറ്റാം. ഇതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് 5 ചെറിയുള്ളി ചെറുതായി നുറുക്കി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചെറിയുള്ളി മൂത്ത് വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മോരുകറിയിലേക്ക് താളിക്കാനുള്ളത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കറിയിലേക്ക് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു സെർവിംഗ് ഡിഷിലോട്ട് വാർത്താം. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള കുമ്പളങ്ങ മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. ഊണിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ഒന്നാം തരം ഒരു ഒഴിച്ചുകറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം ഞങ്ങളുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ജെ റെസിപ്പിയുടെ മറ്റൊരു അടിപൊളി വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ എല്ലാവർക്കും ബൈ.